നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ കെമിക്കൽ ഫോർമുല, അതായത് ഒരേ ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കിയ രണ്ട് തന്മാത്രകൾക്ക് എങ്ങനെയാണ് തികച്ചും വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കാൻ കഴിയുന്നത്? രസതന്ത്രത്തിലെ ഈ അത്ഭുതമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. ആദ്യം ഒരേ ഫോർമുല എന്ന ഈ ആശയക്കുഴപ്പം എന്താണെന്ന് നോക്കും. പിന്നെ ഇതിന്റെ 3D രഹസ്യങ്ങളിലേക്ക് കടക്കും. അവസാനം നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലും ഇതിനെന്ത് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഇപ്പോൾ നോക്കൂ, C6H12O6, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, നമ്മൾ കേട്ടിട്ടുള്ള പഞ്ചസാരകളാണിതൊക്കെ. ഇവിടെയെല്ലാം കെമിക്കൽ ഫോർമുല ഇത് തന്നെയാണ്. 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവ രണ്ടും രണ്ടായി പ്രവർത്തിക്കുന്നത്? അതാണ് ചോദ്യം. ഈ രണ്ട് പഞ്ചസാരകളുടെയും ഘടനയൊന്ന് നോക്കിക്കേ. ഒറ്റ നോട്ടത്തിൽ ഒരുപോലെയുണ്ടല്ലേ? കാണാനും ഒരുപോലെ, ഫോർമുലയും ഒന്നുതന്നെ. പക്ഷേ രസമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഇവയെ രണ്ടായിട്ടാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ യഥാർത്ഥ വ്യത്യാസം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അപ്പോൾ ആ രഹസ്യത്തിന്റെ ഉത്തരം ഒഴിഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന പേപ്പറിലല്ല, മറിച്ച് ഒരു മൂന്നാമത്തെ തലത്തിലാണ്, 3Dയിൽ. അതായത് കാര്യം സിമ്പിളാണ്. വ്യത്യാസം അവയിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിലോ അവ തമ്മിൽ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിലോ അല്ല, മറിച്ച് സ്പേസിൽ ഒരു 3D ലോകത്ത് അവയെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിലാണ്. ഇതൊരു ചെറിയ മാറ്റമല്ല കേട്ടോ. ശാസ്ത്രീയമായി ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമെറിസം. കേട്ടിട്ട് വലിയ വാക്കാണെന്ന് തോന്നണ്ട. സിമ്പിളായി പറഞ്ഞാൽ ഒരേ സാധനങ്ങൾ വെച്ച് രണ്ട് വ്യത്യസ്ത രീതിയിൽ വീട് പണിയുന്നതുപോലെ. സാധനങ്ങളൊക്കെ ഒന്നുതന്നെ, പക്ഷെ ഡിസൈൻ വേറെ. ഈ ഉദ്ധരണി അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ വ്യത്യാസം മുഴുവനും ഒരു പ്രത്യേക പോയിന്റിനു ചുറ്റും ഒരു 3D സ്പേസിൽ ആറ്റങ്ങളെ എങ്ങനെ വെച്ചിരിക്കുന്നു എന്നതിലാണ്. ആ മാത്രം എന്ന വാക്കുണ്ടല്ലോ, അതാണ് ഇവിടത്തെ കളി മാറ്റുന്നത്. ഈ 3D വ്യത്യാസങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ ആരാണെന്ന് നോക്കിയാലോ? അപ്പോ ആരാണ് ഈ സൂത്രധാരൻ? അതാണ് കൈറൽ കാർബൺ. ഒരു കാർബൺ ആറ്റത്തിന് 4 വശത്തേക്കും ഓരോ കൈകളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഈ 4 കൈകളിലും 4 വ്യത്യസ്ത ആൾക്കാരെ, അതായത് 4 വ്യത്യസ്ത ഗ്രൂപ്പുകളെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ കാർബൺ ഒരു സൂപ്പർ സ്റ്റാറാണ്. അതിനെയാണ് നമ്മൾ കൈറൽ കാർബൺ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഹീറോ ഇതാണ്. ദാ ഈ ചിത്രം നോക്കൂ. ഇത് ഗ്ലിസറൽഡിഹൈഡാണ്. അവിടെ ആ നക്ഷത്രചിഹ്നമിട്ട കാർബൺ കണ്ടില്ലേ? അതിന്റെ 4 വശത്തും നോക്കിക്കേ, 4 വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. അതുകൊണ്ടാണ് അത് കൈറലാകുന്നത്. ശരി, അപ്പം നമുക്ക് ഹീറോയെ കിട്ടി. ഇനി ഈ ഐസോമർ ഫാമിലിയിലുള്ള മറ്റു ചിലരെ കൂടി പരിചയപ്പെടാം. ഇവർക്കിടയിൽ പലതരം ബന്ധങ്ങളുണ്ട്. ഈ സ്റ്റീരിയോ ഐസോമർ കുടുംബത്തിൽ പ്രധാനമായിട്ടും 2 തരം ബന്ധുക്കളുണ്ട്. ഒന്ന് എനാൻഷ്യോമറുകൾ. നമ്മുടെ ഇടതും വലതും കൈകൾ പോലെയാണത്. കാണാൻ ഒരുപോലെയിരിക്കും, പക്ഷേ ഒന്നൊന്നിന്റെ കണ്ണാടിയിലെ പ്രതിബിംബമാണ്. അവയെ ഒന്നിനു മുകളിൽ ഒന്നായി ചേർത്ത് വെക്കാൻ പറ്റില്ല. മറ്റേതാണ് എപ്പിമറുകൾ. ഇവർ ഏതാണ്ട് ഒരുപോലെയുള്ള ഇരട്ടകളെ പോലെയാണ്. ആകെ ഒരു ചെറിയ കാര്യത്തിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇവർക്ക് വ്യത്യാസമുണ്ടാവൂ. ഇനി നമുക്ക് ഒരു ഉദാഹരണം വെച്ച് ഇത് മനസ്സിലാക്കാം. ഇതാണ് ഡി ഗ്ലൂക്കോസ്. ഇതിന്റെ ഘടനയിൽ ആ 4ാമത്തെ കാർബണിൽ ഒരു OH ഗ്രൂപ്പ് ഇരിക്കുന്നത് കണ്ടില്ലേ? അതിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഓർത്തുവെച്ചോളൂ. ഇനി ഡി ഗാലക്ടോസ് നോക്കാം. ഗ്ലൂക്കോസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എവിടെയാ വ്യത്യാസം? ആ 4ാമത്തെ കാർബണിൽ മാത്രം. കണ്ടോ, അവിടെ OH ഗ്രൂപ്പിന്റെ സ്ഥാനം നേരെ തിരിഞ്ഞാണിരിക്കുന്നത്. അതുകൊണ്ട് ഡി ഗാലക്ടോസ് ഗ്ലൂക്കോസിന്റെ ഒരു എപ്പിമറാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു C4 എപ്പിമർ. ഈ എപ്പിമർ എന്ന ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ നമുക്ക് ഡി മാനോസിനെ നോക്കാം. ഇവിടെയോ ഗ്ലൂക്കോസുമായി നോക്കുമ്പോൾ വ്യത്യാസം വരുന്നത് 2ാമത്തെ കാർബണിലാണ്. അതുകൊണ്ട് ഡിമാനോസ് ഗ്ലൂക്കോസിന്റെ ഒരു C2 എപ്പിമറാണ്. സിമ്പിളല്ലേ? അപ്പോ ഒരു ചെറിയ ചോദ്യം. ഈ ഗ്ലൂക്കോസിന് ഇതുപോലെ 4 കൈറൽ കാർബണുകളുണ്ട്. ആകയാൽ ഗ്ലൂക്കോസിന് എത്ര വ്യത്യസ്ത 3D രൂപങ്ങൾ, അതായത് എത്ര സ്റ്റീരിയോ ഐസോമറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരു സിമ്പിൾ ഫോർമുലയുണ്ട്. 2ni, അതായത് 2n. ഇവിടെ ഈ n എന്ന് പറയുന്നത് കൈറൽ കാർബണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഉത്തരം 16. അതെ, 16. ഗ്ലൂക്കോസ് പോലെ നമുക്ക് വളരെ സാധാരണമായി തോന്നുന്നൊരു തന്മാത്രയ്ക്ക് 16 വ്യത്യസ്ത 3D രൂപങ്ങളുണ്ടാകാം. അതിശയിപ്പിക്കുന്നതല്ലേ ഇത്? അതെങ്ങനെയാ 16 വന്നെന്നല്ലേ? ഗ്ലൂക്കോസിന് 4 കൈറൽ കാർബണുകളുണ്ട്. അപ്പം നമ്മുടെ ഫോർമുല അനുസരിച്ച് 2:4, അതായത് 2x2x2 16. വേറൊരു രീതിയിൽ പറഞ്ഞാൽ 8 ജോഡി എനാൻഷ്യോമറുകൾ, അതായത് 8 ജോഡി കണ്ണാടി പ്രതിബിംബങ്ങൾ. ശരി, ഇതൊക്കെ കൊള്ളാം.
പക്ഷെ ഇതുകൊണ്ട് നമുക്കെന്താ കാര്യം? ഈ 3D രൂപത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ ശരീരം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഭൂരിഭാഗം മോണോസാക്കറൈഡുകളും, അതായത് പഞ്ചസാരകളും, ഒരു പ്രത്യേക 3D രൂപത്തിലുള്ളവയാണ്. ഡീകോൺഫിഗുറേഷൻ എന്നാണ് അതിന് പറയുക. അതിന്റെ കണ്ണാടി പ്രതിബിംബമായ എൽ രൂപം നമ്മുടെ ശരീരത്തിന് പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയില്ല. അത്രയ്ക്കും സെലക്റ്റീവാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരൊറ്റ ആറ്റത്തിന്റെ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഒരു തന്മാത്രയുടെ സ്വഭാവം തന്നെ മാറുന്നു. നമ്മുടെ ശരീരത്തിൽ അതിന്റെ പങ്ക് തന്നെ മാറി മറിയുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇതുപോലുള്ള എത്രയെത്ര ചെറിയ വ്യത്യാസങ്ങളായിരിക്കും നമ്മുടെ ഈ ലോകത്തെയും നമ്മളെത്തന്നെയും രൂപപ്പെടുത്തുന്നത്. ഈയൊരു ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ നിർത്താം.